ഷിക്കാഗോ പ്രയർ ലൈനിൻ്റെ ഈ പ്രഭാത മീറ്റിങ്ങിലേക്ക്, സായാഹ്ന മീറ്റിങ്ങിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തിരുവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് പാസ്റ്റർ പ്രദീപ് ജോൺ, ഫുൾ ഗോസ്പൽ ചർച്ച് മൂവാറ്റുപുഴ. കർത്താവിൻ്റെ വിലയേറിയ ദാസി സഹോദരി രത്നമ്മ സിസ്റ്ററാണ് പാസ്റ്ററെ നമുക്ക് പരിചയപ്പെടുത്തിയത്. പാസ്റ്റർ അവിടെ മൂവാറ്റുപുഴയുള്ള ഫുൾ ഗോസ്പൽ ചർച്ചിൻ്റെ രത്നമ്മ സിസ്റ്ററെ സഹകരിക്കുന്ന, നേതൃത്വം കൊടുക്കുന്ന ആ ചർച്ചിൻ്റെ പാസ്റ്ററായിട്ട് ഇപ്പോൾ ചാർജ് എടുത്തിരിക്കുകയാണ്. ഫുൾ ഗോസ്പൽ ചർച്ചിൻ്റെ പ്രധാന അധ്യക്ഷൻ പാസ്റ്റർ ഐരുക്കുഴി, പാസ്റ്റർ ദാനിയേൽ ഐരൂർ. പാസ്റ്റർ ദാനിയേൽ ഐരൂർ കർത്താവിൻ്റെ ദാസനെ ഈ വർഷവും കഴിഞ്ഞ വർഷവും നാട്ടിൽ ചെന്നപ്പോൾ കാണുന്നതിനും അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ പോയി താമസിക്കുന്നതിനും അവിടെ തൃശ്ശൂരുള്ള പ്രധാന ഫുൾ ഗോസ്പൽ ചർച്ചിൻ്റെ പ്രധാന ചർച്ചിൽ തിരുവനന്തപുരം സംസാരിക്കുന്നതിനുമൊക്കെ എനിക്ക് അവസരം ലഭിച്ചിരുന്നു. ഇപ്പോൾ പാസ്റ്റർ പ്രദീപ് ജോണ് നമ്മുടെ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നതിൽ വളരെ സന്തോഷം. പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. അടുത്ത 30 മിനിറ്റ് കർത്താവിൻ്റെ ദാസനെ തിരുവചനം സംസാരിക്കുന്നതിനായിട്ടുണ്ട്. പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. ഷിക്കാഗോ പ്രയർ ലൈനിൻ്റെ പേരിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ കർത്താവിൻ്റെ ദാസനെ ഈ മീറ്റിങ്ങിലേക്ക് സഹർഷം ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രത്യേകാല് ചിക്കാഗോ പ്രയർ ലൈൻ എന്ന ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ഒരുമിച്ച് കർത്തസന്നിധിയിലിരിക്കാൻ വലിയവനായ ദൈവം നമ്മെ സഹായിച്ച വിധങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രത്യേകാല് ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അനീഷ് അവർകൾ, തന്റെ കുടുംബം, കുഞ്ഞുങ്ങൾ, അതുപോലെ ഈ പ്രവർത്തനത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റെല്ലാ പ്രിയപ്പെട്ടവർ, പ്രത്യേകാൽ എല്ലാ ദിവസങ്ങളിലും ഈ പ്രയർ നടക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ 4-5 വർഷങ്ങളായി ദൈവം ശ്രേഷ്ഠമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. സ്തോത്രം. ദൈവം ഈ പ്രവർത്തനത്തെ, കർത്താവിന്റെ ദാസനെ, തന്റെ കുടുംബത്തെ, ശുശ്രൂഷകളെ ഒക്കെ ധാരാളമായിട്ട് മാനിപ്പാനായിട്ട് ഇടയായി തീരട്ടെ. സ്തോത്രം. ഇനി പകൽക്കാലം ഈ ശുശ്രൂഷകൾക്ക് ആരാധന ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ജോയിസ് മാത്യൂസ്. നമുക്ക് ആർക്കും മുഖപരിചയമില്ലെങ്കിലും ക്രിസ്തുവിൽ നമ്മളെല്ലാം അറിയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഞാനിപ്പോഴും മൂവാറ്റുപുഴയിൽ ഫുൾ ഗോസ്പൽ ചർച്ചിനോടുള്ള ബന്ധത്തിൽ അവിടെ ആയിരിക്കുന്നു. അവിടെയുള്ള കർത്താവിന്റെ ദാസി രത്നമാന്റിയാണ് ഇങ്ങനെയൊരു ക്രമീകരണത്തെ കുറിച്ച് പറഞ്ഞതും കർത്താവിന്റെ ദാസൻ അനീഷ് പാസ്റ്ററിലൂടെ ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതോർത്ത് ഞാൻ സ്തോത്രം ചെയ്യും. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിപ്പാനായിട്ട് ഇടയായി തീരട്ടെ. സ്തോത്രം. നമ്മെ ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. സമയത്തിന്റെ സ്തോത്രം വ്യത്യാസം നമുക്കിടയിലുണ്ട്. ഞാൻ പലപ്പോഴും ഇപ്പൊ പകലെന്ന് പറയുമ്പോൾ അവിടെ രാത്രിയാണെന്ന് എനിക്കറിയാം. എങ്കിലും സ്തോത്രം. ഹല്ലേലൂയ. ഇവിടുത്തെ സാഹചര്യം വെച്ചാണ് ഞാനത് പറയുന്നത്. സ്തോത്രം. ദൈവം അനുഗ്രഹിപ്പാനായിട്ട് ഇടയായി തീരട്ടെ. അടുത്ത ചില നിമിഷങ്ങൾ നമുക്ക് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ദൈവ സാന്നിധ്യത്തിനകത്ത് ഇരിപ്പാനായിട്ട് ഇടയായി തീരട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അമേശ്വരം ശുശ്രൂഷിക്കുന്ന ഞാനോ നമ്മളിവിടെ ഇരിക്കുന്ന ആരും ഒന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. അമേശ്വരം ഇതെല്ലാം ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരുകയാണ്. നമ്മെ ആത്മാവിൽ ബലം തന്ന് നമ്മെ നിലനിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ സകല മാനവും മഹത്വവും ഇന്ന് പകൽക്കാലം അറിയിപ്പാനായിട്ട് ഇടയായി തീരട്ടെ. സ്തോത്രം. ഒരു വാക്യം വായിച്ചു വേഗത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കാം. അതിനാധാരമായി യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. സ്തോത്രം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. സ്തോത്രം. യിരെമ്യാ 4:19 ഞാൻ വായിക്കാം. സ്തോത്രം. അയ്യോ എന്റെ ഉദരം എനിക്ക് നോവ് കിട്ടിയിരിക്കുന്നു. അയ്യോ എന്റെ ഹൃദയഭിത്തികൾ എന്റെ നെഞ്ചിടിക്കുന്നു. എനിക്ക് മിണ്ടാതെ ഇരുന്നുകൂടാ. എന്റെ ഉള്ളം കാഹളനാദവും യുദ്ധത്തിന്റെ ആർപ്പുവിളിയും കേട്ടിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്നോട് ചേർന്ന വാക്യം വായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. നമ്മൾ ഇന്ന് ഈ സമയത്ത് സ്തോത്രം ചിന്തയ്ക്ക് വേണ്ടി വായിപ്പാനായിട്ട് ഇടയായി തീർന്നത്. സ്തോത്രം. അവിടെ
ഒരു പ്രവാചകന്റെ ഹൃദയമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. സ്തോത്രം. തന്റെ ഹൃദയത്തിനകത്ത് ദൈവം കൊടുത്ത ദൂത് അത് പുറത്തു വരുന്നത് വരെയും തനിക്ക് അടങ്ങിയിരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഉദരം, എന്റെ ഉദരം, എനിക്ക് നോവ് കെട്ടിയിരിക്കുന്നു, എന്റെ ഹൃദയഭിത്തികൾ, എന്റെ നെഞ്ചിടിക്കുന്നു എന്ന് പറഞ്ഞാൽ അകത്തളത്തിൽ ലഭിച്ച ദൈവിക ദൂത് അത് പുറത്തു വരുന്നത് വരെ എവിടെയാണ് വേദന, നെഞ്ചിലാണോ, ഉദരത്തിലാണോ, ശരീരത്തിന്റെ ഏത് ഭാഗങ്ങളിലാണെന്ന് അറിയാൻ കഴിയാതെ ആത്മഭാരത്തോടെ നിൽക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്തനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഈ യിരെമ്യാവിനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ ഓർപ്പിച്ച് വചനത്തിലേക്ക് മടങ്ങി വരാം. സ്തോത്രം. യിരെമ്യാവിനെ കുറിച്ച് നമ്മൾ ആ സമയത്ത് ശുശ്രൂഷ ചെയ്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകനാണ് യിരെമ്യാവെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ബാലൻ എന്ന് പറഞ്ഞ് തന്മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ ദൈവത്തിന് ആത്മാവ് ആ ബാലനായിരിക്കുന്ന യിരെമ്യാവിനെ അവൻ തിരഞ്ഞെടുത്ത് ഡ്യൂട്ടി കൊടുത്ത് അഭിഷേകം ചെയ്ത് പുറത്തെടുക്കുന്നത് നമ്മൾ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നോക്കിക്കേ, അമ്മയുടെ ഉദരത്തിനകത്ത് ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടു, നിനക്ക് ഡ്യൂട്ടി തന്നു, നിയോഗം തന്നു, ഞാൻ നിന്നെ പുറത്തെടുത്തു എന്ന പ്രവാചകനെ കുറിച്ച് സ്വതം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നോക്കിക്കേ, സ്വതം ഒരു പ്രവാചക സ്ഥലമായിരിക്കുന്ന അനാഥോത്തിൽ ഒരു പുരോഹിതന്റെ മകനായി ജനിച്ചു വളർത്തപ്പെട്ട ഒരു സ്വതം ഹല്ലേലൂയ അഭിഷിക്തനെ ദൈവം ഡ്യൂട്ടി കൊടുത്ത് പുറത്തെടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മെ സംബന്ധിച്ച് നാം പലപ്പോഴും നമ്മൾ മാറി നിൽക്കുകയാണ്. എന്നെ കൊണ്ട് കഴിയത്തില്ല, എന്നെ കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചാൽ അതിന് മറുപടി കിട്ടുമോ, എനിക്ക് ശുശ്രൂഷിച്ചാൽ വേണ്ട വിധത്തിൽ കർത്താവിന്റെ വേല എനിക്ക് ചെയ്തെടുക്കാൻ കഴിയുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് മാറി നിൽക്കുന്നതായ ഒരു സാഹചര്യത്തിന് നടുവിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ പ്രാരംഭത്തിൽ ദൂത് വിളിച്ചു പറയുന്നത്, ബാലനായ യിരെമ്യാവിനെ ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിഞ്ഞു എങ്കിൽ നമ്മുടെ ബലഹീനത കണ്ടുകൊണ്ട് നമ്മൾ മാറി നിൽക്കേണ്ട കാര്യമില്ല. നമ്മെ ബലപ്പെടുത്തി ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ മറച്ച് നിർത്തുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമാണ് വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നത്. സ്തോത്രം. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് തന്റെ ജീവിതം ഒരു അനുഗ്രഹമായി തീരുവാനായിട്ട് ഇടയായിത്തീരട്ടെ. സ്തോത്രം. നമുക്കറിയാം, വലിയ പ്രവാചകന്മാരിൽ സ്വതം ഒരു വ്യക്തിയാണ് യിരെമ്യാവ് എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രവാചകൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അക്ഷരാർത്ഥത്തിൽ തിളച്ചു മറിയുക എന്നാണ്. എന്ന് പറഞ്ഞാൽ ഹൃദയത്തിനകത്ത് ദൈവം കൊടുത്ത ദൂത് ഇങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, അരിയൊക്കെ അടുപ്പത്തിട്ടിട്ട് സ്വതം നമ്മൾ തീ കൊളുത്തിയിട്ട് ആ പാത്രത്തിനകത്ത് വെള്ളം ചൂടുപിടിച്ചു കഴിയുമ്പോൾ അതിനകത്ത് കിടക്കുന്ന അരി അടങ്ങിയിരിക്കാൻ കഴിയാതെ തിളച്ചു മറിയുന്നത് പോലെ പ്രവാചകന്റെ ഹൃദയം ദൈവിക ദൂത് കൊണ്ട് തിളച്ചു മറിയുന്ന ഒരു അനുഭവം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. ഇനി എപ്പോഴാണ് യിരെമ്യാവിനെ ദൈവം വിളിച്ചു വേർതിരിച്ചതെന്ന് അറിയാമോ? നമ്മള് വിശുദ്ധ തിരുവചനത്തിനകത്ത് വായിക്കുന്നുണ്ട്, യെശയ്യാ പ്രവാചകനെ കുറിച്ച് വായിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്, യെശയ്യാ പ്രവാചകനെ സ്വതം ഹല്ലേലൂയ ദൈവത്തിന്റെ ദൂത് കൊടുത്ത് ദൈവത്തിന്റെ ആത്മാവ് സ്വതം പുറത്തു കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ യെശയ്യാ പ്രവാചകനെ മനശ്ശെ എന്ന് പറയുന്ന വ്യക്തി വെട്ടിക്കൊന്നു എന്ന് നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ യെശയ്യാവിനെ കൊന്നതായ സമയത്ത് അതേ സമയത്ത് തന്നെ മറ്റൊരു സഹോദരിയുടെ ഉദരത്തിനകത്ത് ദൈവം നിയോഗം കൊടുത്ത് ഡ്യൂട്ടി കൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു അഭിഷിക്തനാക്കി അടുത്തൊരു ദൈവത്തിന്റെ ദാസനെ ദൈവം പുറത്തെടുക്കുകയായിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും അഭിഷിക്തന്മാരുടെ കാലഘട്ടം കഴിഞ്ഞുവെന്നോർത്ത് നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. അടുത്ത സമയത്തേക്ക് വേണ്ടി, അടുത്ത ഒരു പ്രവൃത്തിക്ക് വേണ്ടി ദൈവം അടുത്ത ഒരു വ്യക്തിക്ക് നിയോഗം കൊടുത്ത് ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഇന്ന് പൽക്കാൻ നമ്മൾ മറന്നു പോകരുത്. സ്വതം. അതുകൊണ്ട് സ്വതം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ ജനമേ, നമ്മിൽ ചിലരെ ദൈവത്തിന്റെ ആത്മാവ് ചില പ്രവൃത്തിക്ക് വേണ്ടി ഒരുക്കിയെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് അവസാനിക്കുമ്പോൾ അവിടെ കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നു നമ്മൾ ചിന്തിക്കുക. പക്ഷേ മറ്റൊരിടത്ത് നിയോഗം കൊടുത്തു മറ്റൊരാളെ ദൈവത്തിന്റെ ആത്മാവ് പുറത്തെടുക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. യിരെമ്യാവിന് കൊടുത്ത ഡ്യൂട്ടി ഇതാണ്: ഇടിക്കുവാനും പൊളിക്കുവാനും നടുവാനും പണിയുവാനും വേണ്ടി യിരെമ്യാവിന് ദൈവത്തിന്
ദൈവത്തിനാത്മാവ് ഡ്യൂട്ടി കൊടുത്ത് പുറത്തെടുക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. അങ്ങനെങ്കിൽ ഇന്ന് പകൽക്കാലം തകർന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്നെ കൊണ്ട് എങ്ങനെ ചെയ്തെടുക്കാൻ കഴിയും, കുടുംബത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, എന്റെ ശുശ്രൂഷ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, എന്റെ മറ്റു ഭൗതികമായിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, എന്റെ ശാരീരിക മണ്ഡലങ്ങൾക്കകത്ത് സ്വതം ഹല്ലേലൂയ വേണ്ട വിധത്തിൽ ആരോഗ്യമില്ലെന്ന് ചിന്തിക്കുന്നവരോട് ഇന്ന് പകൽക്കാലം പ്രാരംഭത്തിൽ ദൈവത്തിനാത്മാവ് ഓർപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഉടഞ്ഞ പാത്രത്തെ ഉടയവന്റെ കരത്തിലേക്ക് കൊടുത്താൽ ഉടച്ചു വാർത്തൊരു മാനപാത്രമാക്കി പുറത്തെടുക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം നമ്മൾ മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, നമ്മൾ വായിച്ച ഗുരുവാക്യത്തിലേക്ക് മടങ്ങി വരിക. ഒരു പ്രവാചകനെ സംബന്ധിച്ച്, അഭിഷിക്തനെ സംബന്ധിച്ച് ദൈവം കൊടുത്ത ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ കഴിയത്തില്ല. സ്വതം പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാൻ കഴിയും. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം, ഹല്ലേലൂയ, ദൈവികമായിരിക്കുന്ന ശുശ്രൂഷകൾ നമ്മെ കൊണ്ട് ചെയ്തെടുക്കാനായിട്ട് ഇടയായിത്തീരുമെന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം നമ്മൾ മറന്നു പോകരുത്. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനായിരിക്കുന്ന പാസ്റ്റർ കെ സി ജോൺ IPCയുടെ അനുഗ്രഹീതനായ ഒരു ദൈവദാസനുണ്ട്. അദ്ദേഹം അഭിഷേകത്തെ കുറിച്ച് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അഭിഷേകമെന്ന് താൻ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. എന്താണ് അഭിഷേകം? സ്തോത്രം. അത് വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്ന സിമ്പിൾ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പൊ എന്നെ കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ കഴിവില്ലാതിരിക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് അതിന് കഴിവില്ല, എനിക്ക് എന്റെ ആരോഗ്യം കൊണ്ടോ, എന്റെ ബലം കൊണ്ടോ, എന്റെ സമ്പത്ത് കൊണ്ടോ, എന്റെ ബുദ്ധി കൊണ്ടോ, എന്റെ ജ്ഞാനം കൊണ്ടോ എനിക്കൊരു കാര്യം ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ കഴിവിന്റെ ഒരംശം നമ്മുടെ മേൽ തന്നിട്ട് നമ്മെ കൊണ്ട് തന്നെ ദൈവത്തിന്റെ ആത്മാവ് അത് ചെയ്യിക്കുന്നതാണ് അഭിഷേകം എന്ന് പറയുന്നത്. അങ്ങനെങ്കിൽ ഇന്ന് പകൽക്കാലം ഏതെങ്കിലും വിഷയത്തിനകത്ത് ഭാരത്തോടെ ഇരിക്കുന്നവരോട് ദൈവത്തിന് ആത്മാവ് വളരെ വ്യക്തമായി ഇടപെടുവാനായിട്ട് ഇടയായിത്തീരുക. നമ്മുടെ കഴിവും മിടുക്കും അല്ല കേട്ടോ, ദൈവത്തിന്റെ കഴിവിന്റെ ഒരംശം നമ്മുടെ മേൽ തന്നിട്ട് നമ്മെ കൊണ്ട് തന്നെ ആ കാര്യം ദൈവത്തിന് ആത്മാവ് ചെയ്യിപ്പിക്കും. അതാണ് അഭിഷേകം എന്ന് പറയുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് ഇടയായിത്തീരണം. സ്തോത്രം. ഇനി ഈ അഭിഷിക്തന്മാരെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ വേഗത്തിൽ ഞാൻ ഓർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന്, ഈ അഭിഷിക്തന്മാരെ കുറിച്ച് പറയുന്നത്, അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അവനെ കുറിച്ച് പറയുന്നത് അവർ ദൈവ പുരുഷന്മാർ എന്നാണ് പറയുവാനായിട്ട് ഇടയായിത്തീരുന്നത്. എന്താണ് ദൈവത്തിന്റെ പുരുഷന്മാരുടെ പ്രത്യേകത എന്ന് പറയുന്നത്? അവർ ദൈവമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധം പുലർത്തുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. ശമൂവേൽ പ്രവാചകനെ ഒക്കെ നമ്മൾ എടുത്തു പഠിച്ചാൽ ചെറുപ്പം മുതൽ ആലയത്തിൽ വിളക്ക് കിടുന്നതിന് മുമ്പ് തന്നെ ആലയത്തിൽ കടന്നുപോയി സ്വതം അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്തനാക്കി ശമൂവേൽ പ്രവാചകന്റെ ദൈവത്തിന്റെ ആത്മാവ് പുറത്തെടുക്കുവാനായിട്ട് ഇടയായിത്തീരുക. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ദാൻ മുതൽ ബെർശേബ വരെ അറിയപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകനായി പരിശുദ്ധാത്മാവ് പുറത്തെടുക്കുവാനായിട്ട് ഇടയായിത്തീരുകയാണ്. നമ്മൾ ഒരു വാക്യം ഒന്ന് വായിക്കുമ്പോൾ, 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ വളരെ വ്യക്തമായി അഭിഷിക്തൻ ആരാണ്, എങ്ങനെയാണ് താനായിരിക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരും. 1 ശമൂവേൽ 16-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. സ്തോത്രം. ശമൂവേൽ പ്രവാചകൻ ബേത്ലഹേമിലെ പട്ടണത്തിലേക്ക് ചെല്ലുമ്പോൾ പട്ടണത്തിലെ മൂപ്പന്മാർ വിറച്ചുകൊണ്ട് അവനെ എതിരേറ്റു എന്നാണ് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നു. സ്തോത്രം. നോക്കി, ബേത്ലഹേമിൽ ചെന്നു, പട്ടണത്തിലെ മൂപ്പന്മാർ തന്റെ വരവെങ്കിൽ വിറച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെങ്കിൽ ദേശം വിറയ്ക്കത്തക്ക നിലവാരത്തിലുള്ള, നമ്മുടെ തലമുറകൾ വിറയ്ക്കത്തക്ക നിലവാരത്തിലുള്ള, പിശാച് വിറയ്ക്കത്തക്ക നിലവാരത്തിലുള്ള ഒരു അഭിഷേകം എന്റെയും നിന്റെയും മേൽ പകർന്നിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുത ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ കൈമാറുകയാണ്. സ്തോത്രം. നാം ആരാണെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയുവാനായിട്ട് ഇടയായിത്തീരട്ടെ. സ്തോത്രം. അങ്ങനെങ്കിൽ ഇന്ന് പകൽക്കാലം പിശാച് വിറയ്ക്കുന്ന, നമ്മുടെ തലമുറകൾ വിറയ്ക്കുന്ന സ്തോത്രം പ്രാർത്ഥനക്കാരെ കണ്ടുകൊണ്ട് സ്വതം വിറയ്ക്കുന്ന ഒരു അനുഭവത്തിലേക്ക് മടങ്ങി വരുവാൻ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, അവർ ദൈവ പുരുഷന്മാർ, അല്ലെങ്കിൽ ദൈവമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധം പുലർത്തുന്ന വ്യക്തികൾ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മറ്റൊന്ന്, അവരെ കുറിച്ച് പറയുന്നത് ദർശകന്മാരെന്നാണ്. എന്ന് പറഞ്ഞാൽ സാധാരണ കാഴ്ചക്ക് അതീതമായ ഒരു കാഴ്ചശക്തി പ്രാപിച്ച് സ്വതം ദൈവമക്കളെ കുറിച്ചാണ്, അഭിഷിക്തന്മാരെ കുറിച്ചാണ് ദർശകന്മാർ എന്ന് പറയുവാനായിട്ട് ഇടയായിത്തീരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. സാധാരണ കാഴ്ചക്ക് അതീതമായ, നമുക്ക് കാണാൻ കഴിയാത്ത ദൈവം നമ്മുടെ ഉള്ളിൽ തരുന്ന ഒരു കാഴ്ചപ്പാടിന്, ഉള്ളിൽ തരുന്ന ഒരു ദർശനം, അതുപോലെ നടക്കുമെന്ന് വിശ്വസിച്ച് അത് പുറത്തു വരുന്ന സമയം വരികയും അതിനുവേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന അഭിഷിക്തന്മാരെ ദൈവം ഈ ദിവസങ്ങളിൽ അന്വേഷിക്കുകയാണ്. സ്തോത്രം. അകത്തളത്ത് ദൈവം ഒരു ദൂത് തന്നാൽ, അകത്തളത്ത് നിയോഗം തന്നാൽ, അകത്തളത്ത് ദൈവം ഒരു ദർശനം തന്നാൽ, ആ ദർശനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സമയങ്ങൾ വേർതിരിച്ച് ഇതുപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും അതുപോലെ വ്യക്തിപരമായ ജീവിതത്തിനകത്തും നമ്മുടെ കുടുംബ ജീവിതത്തിനകത്തും പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിക്കുന്ന അഭിഷിക്തന്മാരെയും ദൈവമക്കളെയും ദൈവരാശിമാരെയും ദൈവം അന്വേഷിക്കുന്നുണ്ട്. ഈ ചിക്കാഗോ പ്രയർ ലൈൻ അതിന് കാരണമായി തീർന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. സ്തോത്രം. നോക്കിക്കേ, സാധാരണമായ കാഴ്ചക്ക് അതീതമായ ഒരു കാഴ്ചശക്തി ഈ ദിവസങ്ങൾ നമ്മൾ പ്രാപിച്ചെടുക്കുവാനായിട്ട് ഇടയായിത്തീരണം. സ്തോത്രം.
സ്തോത്രം. നമുക്ക് നമ്മുടെ ദൈവസഭയ്ക്കും കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും എതിരെ പിശാച് ഒരുക്കുന്ന സകല തന്ത്രത്തെ കണ്ടറിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന മുറിക്കകത്ത് വെളിപ്പെടുത്തുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ജയമെടുപ്പാനായിട്ട് ഇടയായി തീരട്ടെ. സ്തോത്രം. നോക്കിക്കേ, നോഹയെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിലെ വിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെ ദോഷമുള്ളവ എന്ന് യഹോവ കണ്ടു എന്ന് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ ആ ഭാഗങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ വായിക്കുന്നത് അവിടെ ഹൃദയത്തിന്റെ വിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെ ദോഷമുള്ളവ എന്ന് ദൈവം കണ്ടു. എന്നാൽ അവരുടെ നടുവിൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ നോക്കുകയെ, ഇന്ന് പകൽക്കാലം നമ്മെ സംബന്ധിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടുമ്പോൾ അമേശ്വരം അകത്ത് ദൈവം തന്ന അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒന്നാണ് മഴയെന്ന് പറയുന്നത്. ആ മഴ എങ്ങനെ ഇരിക്കുന്ന അറിയത്തില്ല, മഴ എങ്ങനെ പെയ്യുമെന്നറിയത്തില്ല, അതിന്റെ പ്രവൃത്തി എങ്ങനെയാണ് മനുഷ്യനെ ബാധിക്കുന്നതെന്ന് അറിയാതിരിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ളതായ ദർശനം ലഭിച്ചിട്ട്, അതിനെക്കുറിച്ചുള്ളതായിരിക്കുന്ന കാഴ്ചപ്പാട് ലഭിച്ചിട്ട് അകത്തളത്തത് വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തന്റെ ഉള്ളിൽ കൊടുത്ത ആ ദർശനം, ഉള്ളിൽ കൊടുത്തതായ ആ കാഴ്ചപ്പാടിനെ പുറത്തു വരുത്തി ദൈവത്തിന്റെ പ്രവൃത്തി ദേശത്ത് വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മെ സംബന്ധിച്ച് സാധാരണ കാഴ്ചയ്ക്ക് അതീതമായ ഒരു കാഴ്ചശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. സ്വതം അതിനോട് ചേർത്ത് ഞാനൊരു കാര്യം കൂടെ ചേർത്ത് പറയാം. ഏലിയ പ്രവാചകനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രവാചകനായിരിക്കുന്ന ഏലിയാവ് ചില ദൂത് പറഞ്ഞത് കൊണ്ട് ചില നാളുകൾ തനിക്ക് ഒളിച്ചു മാർക്കേണ്ടി വന്നു. പക്ഷേ അവസാനത്തെ പറയുന്നുണ്ട്, ഞാൻ സേവിച്ച് നിൽക്കുന്ന ഇസ്രായേൽ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ നാളുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. സ്തോത്രം. അവസാനം കർമ്മേലിന്റെ മുകളിലേക്ക് താൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നില്ലുക. കർമ്മേലിന്റെ മുകളിലേക്ക് കടന്നു ചെന്നിട്ട് സ്തോത്രം മുഴങ്കാലുകളുടെ ഇടയിൽ വെച്ച് താൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമ്മൾ ഇവിടെ കാണുവാനായിട്ട് ഇടയായി തീരുന്നുണ്ട്. സ്തോത്രം. നോക്കിക്കേ, തല മുഴങ്കാലുകളുടെ ഇടയിൽ വെച്ച് കാൽമുട്ടുകൾ കൊണ്ട് തന്റെ ചെവി അടച്ചു വെച്ചു. ഇനി എനിക്ക് മാനുഷികമായി ഒരു ശബ്ദവും കേൾക്കണ്ട, എനിക്ക് ഉയരത്തിൽ ശബ്ദം മാത്രം കേട്ടാൽ മതി, ഉയരത്തിൽ ദർശനം മാത്രം എനിക്ക് പ്രാപിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കർമ്മേലിന്റെ മുകളിൽ ഇരിക്കുന്ന അഭിഷിക്തൻ നമുക്ക് കാണുവാൻ കഴിയും. ബാല്യക്കാരനോട് പറയുന്നുണ്ട്, നീ പോയി കടലിന് നേരെ നോക്കാൻ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അകത്തളത്ത് വെളിപ്പെട്ട ഒരു ദർശനമുണ്ട്. അമേശ്വരം ഒരു കൈ പോലെ അല്ല, അമേശ്വരം വലിയൊരു മേഘം പൊങ്ങി വരുന്ന തന്റെ അകത്തളത്ത് വെളിപ്പെട്ടത് ബാല്യക്കാരനോട് പറഞ്ഞിട്ട് പറയാം, നീ പോയി നോക്കെന്ന് പറഞ്ഞ് 6 പ്രാവശ്യം നോക്കിയിട്ടും കാണാതിരുന്നത് 7-ാം പ്രാവശ്യം താൻ നോക്കിയിട്ട് മടങ്ങി വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതാ മനുഷ്യന്റെ കൈ പോലെ ഒരു മേഘം പൊങ്ങി വരുന്നുണ്ട്. സ്വതം. നോക്കിക്കേ, അകത്തളത്ത് വെളിപ്പെട്ടത് അമേശ്വരം വിശ്വാസത്തോടെ താൻ പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അമേശ്വരം അകത്തളത്ത് എന്താണോ വെളിപ്പെട്ടത്, അകത്തളത്ത് എന്താണോ ദൈവം ദർശനം കൊടുത്തത്, അകത്തളത്ത് എന്താണോ ദൈവികമായിരിക്കുന്ന വിടുതലിനെ കുറിച്ചുള്ള വ്യക്തമായിരിക്കുന്ന പ്ലാന് ദൈവത്തിന് ആത്മാവ് കൊടുത്തത്, അത് പുറത്ത് വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഞാൻ അമേശ്വരം ഹലൽ ചിന്തിച്ചൊരു കാര്യം ഞാൻ പറയാം. ആ കൈ പോലെയുള്ള മേഘം കടലിന് പൊങ്ങി വരുന്നു. പക്ഷേ അത് മുകളിലേക്ക് കയറും തോറും മുകളിലേക്ക് ആ കാർമേഘം ഉയരും തോറും അതിന്റെ വലിപ്പം വ്യത്യാസപ്പെടാൻ തുടങ്ങി, അതിന്റെ രൂപം മാറാൻ തുടങ്ങി, അതിന്റെ കളറ് മാറാൻ തുടങ്ങി. തലക്ക് മീതെ ആ സ്തോത്രം കൈ പോലെയുള്ള മേഘം ഉയർന്നു വന്ന് നിൽക്കുമ്പോൾ കഴിഞ്ഞ കാല ജീവിതത്തിനകത്ത് 3.5 വർഷത്തെ ഉണക്കിന്റെ അനുഭവത്തെ മാറ്റുന്ന തരത്തിലുള്ള ഒരു വലിയ കാർമേഘമായി 3.5 വർഷത്തെ ദേശത്തിന്റെ ഹലലി അനർത്ഥത്തെ മാറ്റുന്ന 3.5 വർഷത്തെ തന്റെ പ്രതിസന്ധിയെ മറികടക്കുന്ന ഒരു വലിയ കാർമേഘമായി തന്റെ തലയ്ക്ക് മേലെ ഉയർന്നുകൂടിയെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രാരംഭത്തിൽ ഞാനൊരു അതിനെ വെളിപ്പാട് നിങ്ങളോട് വിളിച്ചു പറയാം. ചില കാർമേഘങ്ങൾ നമുക്ക് മീതെ ഉയർന്നു പൊങ്ങുന്നത് നമ്മെ തകർത്ത് കളയാൻ അല്ല കേട്ടോ. കഴിഞ്ഞ കാല ജീവിതത്തിനകത്ത് നമ്മോടും എന്നോടും നിന്നോടും കുടുംബത്തോടും ശുശ്രൂഷയോടും നമ്മുടെ മേഖലകളോടും ഒക്കെ ചെയ്തതായിരിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്കാണ് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുവരുന്നത്. ഇന്ന് പകൽക്കാലം അത് ദൈവത്തിന്റെ ആത്മാവ് കൈമാറുക. അതുകൊണ്ട് ചില കാർമേഘങ്ങൾ നമുക്ക് മേലെ ഉയർന്നു വരുന്നത് നമ്മെ തകർക്കുവാനല്ല, നമ്മുടെ മേലുള്ള വാഗ്ദത്തം ഈ ദിവസങ്ങളിൽ പുറത്തു വരുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ ഓർപ്പിച്ചത്, നമ്മുടെ അകത്ത് ഒരു ദർശനം ദൈവത്തിനകത്ത് തന്നിട്ടുണ്ട്. അത് ഈ ദിവസങ്ങൾ ശക്തമായി ചെയ്തെടുക്കാൻ പരിശുദ്ധാത്മാവ് നമ്മോട് ദൂത് വിളിച്ചു പറയുക. സ്തോത്രം. മറ്റൊന്ന്, അവരെ കുറിച്ച് പറയുന്നത് ദൈവത്തിന്റെ ദാസന്മാർ എന്നാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ കർത്തവ്യങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുന്നവരെയാണ് ദൈവത്തിന്റെ ദാസന്മാർ എന്ന് പറയുന്നത്. മോശയെ കുറിച്ച് പറഞ്ഞ ഞാൻ അതിലേക്ക് പിന്നീട് കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, സ്തോത്രം. ഹല്ലേലൂയ. പ്രത്യേകമായ ചില കർത്തവ്യങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്ത
അഭിഷിക്തന്മാരെയാണ് ദൈവത്തിന്റെ ദാസന്മാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ദിവസങ്ങളിൽ മറ്റുള്ളവർക്ക് ചെയ്തെടുക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിച്ചത് എന്തിനാണെന്ന് അറിയാമോ? നമ്മെ കൊണ്ടത് ചെയ്തെടുക്കാൻ കഴിയുമെന്ന് ദൈവത്തിന് പരിപൂർണമായി ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മെ ആ കാര്യം ഏൽപ്പിച്ചത്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അനീഷ് അവർകളെ കർത്താവ് ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചത് അത് വളരെ കൃത്യതയോടെ, ഉത്തരവാദിത്വത്തോടെ സമയങ്ങളെ മാറ്റിവെച്ച് വില കൊടുത്തത് ചെയ്യുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രയർ ലൈൻ രൂപീകൃതമാകുവാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെയെങ്കിൽ നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്തെടുക്കാൻ കഴിയും എന്നുള്ള ഒരു ഉത്തമ വിശ്വാസമുള്ളത് കൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഇൻവൽക്കാൻ ചിന്തിക്കുക, നമ്മളൊക്കെ ദൈവത്തിന്റെ ദാസന്മാരാണ്. മറ്റൊന്ന്, അവരെ കുറിച്ച് പറയുന്നത് അവരെ കാവൽക്കാരാണ് എന്നാണ് വായിക്കുവാനായിട്ട് ഇടയായിട്ട്. സ്തോത്രം. നോക്കിക്കേ, കാവൽക്കാർ എന്നാണ് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ദേശത്തിന്റെയോ ഒരു പട്ടണത്തിന്റെയോ ഭവനത്തിന്റെയോ ഒക്കെ കാവൽക്കാരാക്കി ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, എന്നെ എന്തിനാണോ അമേശ്വരം ഈ ഭവനത്തിലേക്ക് കൊണ്ടുവന്നത്, എന്നെ എന്തിനാണോ ഈ സഭയിലേക്ക് കൊണ്ടുവന്നത്, എന്നെ എന്തിനാണോ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നത് എന്ന് പലപ്പോഴും എന്നെ ഇന്നയാളെ കൊണ്ട് തന്നെ എന്തിനാണ് വിവാഹം കഴിപ്പിച്ചത്, എനിക്ക് എന്റെ മക്കളെ തന്നത് എന്തിനാണെന്നൊക്കെ പലപ്പോഴും നമ്മൾ പഴി പറയുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അമേശ്വരം നമ്മെ അത് ഏൽപ്പിച്ചത് നാം അത് വളരെ കൃത്യതയോടെ ചെയ്യുമെന്ന് അറിയാവുന്നത് കൊണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെങ്കിൽ പൽക്കാലം അമേശ്വരം പരിശുദ്ധാത്മാവ് നമ്മോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. അമേശ്വരം നാമല്ല, നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമാണ് അതിനുമേൽ വ്യാപരിപ്പാനായിട്ട് ഇടയായിത്തീരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നോക്കി, അമേശ്വരം മറ്റൊന്ന്, അവർ പ്രവാചകന്മാർ, ദൈവത്തിന്റെ അല്ലെങ്കിൽ അഭിഷിക്തന്മാർ, ദൈവത്തിന്റെ ദൂതന്മാരാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇങ്ങനെ പൽക്കാൻ ദൈവത്തിൽ നിന്ന് ദൂത് പ്രാപിച്ച് മനുഷ്യർക്ക് കൊടുക്കുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരട്ടെ. നമ്മെ സംബന്ധിച്ച് ഇപ്പോൾ പ്രയർ ലൈൻ സംബന്ധിച്ച് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ അത് ഏറ്റെടുത്തിട്ട് ദൈവസന്നിധിയിലേക്ക് കൊടുക്കുന്ന ഒരു അനുഭവമാണ് പ്രയർ ലൈനിലൂടെ നടക്കുന്നത്. എന്നാൽ പ്രവാചകന്മാരെ സംബന്ധിച്ച്, അഭിഷിക്തന്മാരെ സംബന്ധിച്ച് അവർ ദൈവത്തിൽ നിന്ന് ദൂത് പ്രാപിച്ച് മനുഷ്യന് വേണ്ടി അമേശ്വരം അത് കൊടുക്കുവാനായിട്ട് ഇടയായിത്തീരുകയാണ്. സ്തോത്രം. ഇനി മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരികയാണ്. എന്തിനാണ് അല്ലെങ്കിൽ എപ്പോഴാണ് ഈ അഭിഷിക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കുന്നത്? എപ്പോഴാണ് ഈ അഭിഷിക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, അമേശ്വരം ഹല്ലേലൂയ, ദൈവത്തിന്റെ അമേശ്വരം ഹല്ലേലൂയ സന്നിധിയിൽ ഒരു കുടുംബത്തിന്റെയോ ഒരു വ്യക്തിയുടെയോ ഒരു സമൂഹത്തിന്റെയോ നിലനിൽപ്പ് അസാധ്യമെന്ന് തോന്നുന്ന സന്ദർഭത്തിലാണ് ദൈവം ചില അഭിഷിക്തന്മാരെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഞാൻ വിശ്വസിക്കുന്ന ഈ പ്രയർ ലൈനെ ദൈവം എഴുന്നേൽപ്പിച്ചതിന്റെ പിന്നിൽ ഉദ്ദേശം എന്ന് പറയുന്നത്, കർത്താവിന്റെ ദാസൻ അനീഷ് അവർകളെ ദൈവം എഴുന്നേൽപ്പിച്ചതിന്റെ പിന്നിൽ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇതിനകത്ത് സ്തോത്രം ഈ ഡിവൈസിലുള്ള അമേശ്വരം ആരൊക്കെ ഉണ്ടോ നിങ്ങളെല്ലാം ദൈവം ഉണർത്തിയതെന്ന് പറയുന്നത് എവിടെയൊക്കെയോ ആരുടെയൊക്കെയോ നിലനിൽപ്പ് അസാധ്യമാണെന്ന് കണ്ടതുകൊണ്ട്, ചില കുടുംബങ്ങൾ തകർച്ചയിലേക്ക് പോകുന്നു എന്ന് കണ്ടതുകൊണ്ടാണ്, ചില വ്യക്തികൾ പിന്മാറ്റത്തിലേക്ക് പോകുന്നു എന്ന് കണ്ടതുകൊണ്ടാണ്, ചില തലമുറകൾ ദൈവത്തിന്റെ വചനം വിട്ട് അമേശ്വരം മാറിപ്പോകുന്നുവെന്ന് കണ്ടതുകൊണ്ട് നമ്മുടെ പ്രേരണയെ ദൈവം ഉയർത്തി എന്ന് ഇതുപോലെ ചിന്തിപ്പാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ദൈവത്തിന് ആത്മവചനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യം, അഭിഷിക്തന്മാരെ എപ്പോഴാണ് ദൈവം എഴുന്നേൽപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, എവിടേക്കോ ആരുടെയൊക്കെയോ നിലനിൽപ്പ് അസാധ്യമെന്ന് തോന്നി അതുകൊണ്ട് ദൈവം നമ്മെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അത് വളരെ ഉത്തരവാദിത്വത്തോടെ നമുക്ക് ചെയ്തെടുപ്പാനായിട്ട് ഇടയായിത്തീരട്ടെ. മോശയെ ദൈവം എഴുന്നേൽപ്പിച്ചത് എപ്പോഴാണെന്നറിയാമോ? ഇസ്രായേൽ ജനത്തിന്റെ നിലനിൽപ്പ് മിസ്രൈമിൽ കടന്നില്ലാതായ ഒരു കാലഘട്ടത്തിന്റെ നടുവിൽ ദൈവം അഭിഷിക്തനായിരിക്കുന്ന മോശയെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. സ്തോത്രം. നോക്കിക്കേ, മിസ്രൈമിൽ കടന്ന ഇസ്രായേൽ ജനത്തിന്റെ ആ നിലനിൽപ്പ് അസാധ്യം, ഇനി ഒരിക്കലും മുന്നോട്ട് വരാൻ കഴിയത്തില്ല, ഇനി ഇവർക്ക് എഴുന്നേൽക്കാൻ കഴിയത്തില്ല, ഇനി ഒരു കാര്യം ചെയ്യാൻ കഴിയത്തില്ലെന്ന് അവര് തന്നെ വിധി എഴുതി അവിടെ കിടന്ന് ഞങ്ങൾ നരകിക്കത്തേ ഉള്ളൂ, അവിടെ കിടന്ന് ഞങ്ങളുടെ ജീവൻ അവസാനിക്കത്തേ ഉള്ളൂ എന്ന് ചിന്തിച്ച സ്ഥാനത്ത് ദൈവത്തിന്റെ പദ്ധതി ഇറങ്ങി വന്നു. അല്ല, ചിലരുടെ നിലനിൽപ്പ് ഇവിടെ അസാധ്യമെന്ന് അവർ വിധി എഴുതിയെങ്കിലും അതിനകത്ത് എനിക്ക് ചില പ്രവൃത്തികൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മോശയെ ദൈവം എഴുന്നേൽപ്പിച്ചതായിട്ട് ദൈവത്തിന്റെ വചനത്തിനകത്തോട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നോക്കിക്കേ, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന് രണ്ട് കാര്യം മോശയെ കുറിച്ച് ഞാൻ പറയാം. മോശയുടെ ജനനത്തിങ്കൽ അമേശ്വരം തന്നെ കൊന്നുകളയുവാൻ പദ്ധതി അമേശ്വരം ഹല്ലേലൂയ ആവിഷ്കരിച്ചതൊക്കെ നമുക്ക് വചനത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. സ്വതം മോശയുടെ ജനന സമയത്ത് എന്ന് പറഞ്ഞാൽ താൻ ജനിച്ച ആ നിമിഷങ്ങൾ കൊണ്ട് അമേശ്വരം ആ മാസങ്ങളിലുള്ള ആ വർഷങ്ങളിലുള്ള ആ കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നുകളയുവാൻ രാജകൽപ്പന പുറത്തു വന്നപ്പോൾ ഒരു ദൂത് ഞാൻ വിളിച്ചു പറയാം. സ്തോത്രം. ഹല്ലേലൂയ. അമേശ്വരം തന്റെ സമപ്രായക്കാരായിരിക്കുന്ന പല കുഞ്ഞുങ്ങളും ചത്ത് അമേശ്വരം ഹല്ലേലൂയ നിർജീവമായി നിശ്ചലമായി നൈൽ നദികളിലൂടെ ഒഴുകുമ്പോഴും അമേശ്വരം അതിന്റെ മീതെ കൂടി ജീവനോടെ ഒഴുകുവാൻ ദൈവത്തിനാത്മ മോശയെ എഴുന്നേൽപ്പിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഞാനൊരു ദൂത് വിളിച്ചു പറയാം. പലരും പരാജയപ്പെട്ട സ്ഥാനത്ത്, പലരും തകർന്നു പോയ സ്ഥാനത്ത്, പല ശുശ്രൂഷ മേഖലകൾ തകർന്നു പോയ സ്ഥാനത്ത്, പല കുടുംബങ്ങൾ തകർന്നു പോയ സ്ഥാനത്ത്,
പല വ്യക്തികളും തകർന്ന് നമ്മുടെ പേര് പോലും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ, ദൈവത്തിന്റെ ദാസിമാരെ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം. പലരും പരാജയപ്പെട്ടിടത്ത് ദൈവം നമ്മെ കണ്ടിട്ടുണ്ട്. അമേശ്വരം ഇന്ന് പൽക്കണം മോശയെ പോലെ നൈൽ നദിയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായെങ്കിൽ നമ്മിലൂടെയുള്ള ദൈവിക പദ്ധതികൾ ദൈവത്തിനകത്ത് പുറത്തെടുക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്വതന്ത്രം മോശ തന്റെ ഭവനത്തിനകത്ത്, തൻ കഴിഞ്ഞ കാല ജീവിതത്തിനകത്ത് അമേശ്വരം കരയുവാനായിട്ട് ഇടയായിത്തീർന്നു. മോശയുടെ കരച്ചിൽ ഇനി പുറത്തു വരാൻ കഴിയാതെ 3 മാസം കഴിഞ്ഞ് 3 മാസം വരെയും ഒളിപ്പിച്ചു വെച്ചു എന്ന് വചനത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെങ്കിൽ നോക്കുകയും 3 മാസം വരെ കരയാൻ അമേശ്വരം തനിക്ക് അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ തന്റെ ശബ്ദം പുറത്തേക്ക് ഇനി വരുമെന്ന് മാതാപിതാക്കൾ കണ്ടതുകൊണ്ട് ഭവനത്തിന് പുറത്തേക്ക് കൊണ്ടുവന്നു. ഒരു കാര്യം ഞാൻ തിരിച്ച് അമേശ്വരം ഹലൽ വിളിച്ചു പറയാം. ഭവനത്തിൽ ഉള്ളറയിൽ നിന്ന് വേദനയോടെ കരയാൻ പോലും കഴിയാതെ, അല്ല ആലയത്തിനകത്തിരുന്ന് അന്ന കരഞ്ഞതുപോലെ പോലും കരയാൻ കഴിയാതിരിക്കുന്ന ജീവിതങ്ങളുടെ തൽക്കാലം എന്നെ കേൾക്കുന്നുണ്ട്. അവരോട് ഞാനൊരു കാര്യം വിളിച്ചു പറയാം. ഭവനത്തിന് ഉള്ളറയിൽ ഇരുന്നുകൊണ്ട്, ആലയത്തിനകത്തിരുന്നുകൊണ്ട് വ്യക്തിപരമായി സ്വന്തം ആരും തന്റെ സ്വന്തം നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ഇരുന്ന് കരയുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ കരച്ചിൽ നിന്റെ ഭവനത്തിന് പുറത്തു കൊണ്ടുവരുവാൻ പോകുകയാണ്. നിന്റെ കരച്ചിൽ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പോകുകയാണ്. മോശയുടെ ഒരു കരച്ചിൽ മോശയെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ അടുത്തൊരു കരച്ചിൽ ഞങ്ങളുടെ പെട്ടകത്തിനകത്ത് കിടന്നൊരു കരച്ചിലുണ്ട്. ആ കരച്ചിൽ കൊട്ടാരത്തിനകത്ത് കൊണ്ടുവന്നെങ്കിൽ ഇനി വൽക്കൽ ഞാനൊരു കാര്യം വിളിച്ചു പറയാം. എവിടെ അമേശ്വരം ഭവനത്തിലേക്ക് മടങ്ങി വരത്തില്ലെന്നൊക്കെ കണ്ടുകൊണ്ട് അമ്രാമും യോഖേബദും മോശയെ കൈവിട്ടോ. കൈവിട്ടു പോയെന്ന് പറയുന്ന വിഷയത്തിനകത്ത് ആ കൈവിട്ട വിഷയത്തെ മടക്കി കൊണ്ടുവന്ന് ഏത് ഭവനത്തിലാണോ മടങ്ങി വരാൻ കഴിയത്തില്ല, ഏത് ഭവനത്തിലാണോ, ഏത് ശുശ്രൂഷയിലാണോ മടങ്ങി വരാൻ കഴിയത്തില്ല, ഏത് ജോലിയിലാണോ മടങ്ങി വരാൻ കഴിയത്തില്ല, എന്റെ തലമുറകൾ മടങ്ങി വരാൻ കഴിയത്തില്ലെന്ന് ചിന്തിക്കുന്ന സ്ഥാനത്ത് ഇനി വൽക്കലം ഭജനത്തിലൂടെ മോശയുടെ ജീവിതത്തിനകത്തൂടെ ഞാനൊരു ദൂത് വിളിച്ചു പറയാം. അമേശ്വരം എവിടെ വാപൊത്തിയ മോശയുടെ ഭവനമുണ്ടോ ആ വാപൊത്തിയ ഭവനത്തിനകത്തേക്ക് നിലവിളിച്ച് കരയുന്ന, ഉച്ചത്തിൽ കരയത്തക്ക നിലവാരത്തിൽ, ഉച്ചത്തിൽ സന്തോഷിക്കത്തക്ക നിലവാരത്തിൽ, ഉച്ചത്തിൽ ആനന്ദിക്കത്തക്ക നിലവാരത്തിൽ ദൈവത്തിനാത്മ മോശയെ കൊണ്ടുവന്നുവെങ്കിൽ ഇവിടെ ഇരുന്ന് ഞരങ്ങുന്ന ചില ജീവിതങ്ങളുണ്ട്. ദൈവം വിളിച്ചു പറയുന്നു, നമ്മെ മടക്കി വരുത്തി ചില പ്രവർത്തികൾ ചെയ്തെടുപ്പാൻ ദൈവത്തിനാത്മാവ് ശക്തിയുള്ള ആത്മാവാണ് എന്നുള്ള കാര്യം ഇനി വൽക്കാലം വളരെ വ്യക്തമായി തിരിച്ചറിയുവാനായിട്ട് ഇടയായിത്തീരട്ടെ. ഒരു കരച്ചിൽ മോശയെ ഭവനത്തിന് പുറത്തു കൊണ്ടുവന്നു, മറ്റൊരു കരച്ചിൽ ഞങ്ങളുടെ പെട്ടകത്തിനകത്തുനിന്ന് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. സ്വാതന്ത്ര്യം അവിടെ കൊണ്ട് തീർന്നില്ല. അമേശ്വരം നോക്കുകയും കൊട്ടാരത്തിനകത്തുനിന്ന് ദൈവത്തിന്റെ പ്ലാൻ പ്രകാരം അമേശ്വരം മടങ്ങി വരുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാനിടയായിത്തീർന്നു. അങ്ങനെയെങ്കിൽ നോക്കുകയും അമേശ്വരം ചില പ്രതിസന്ധികളിലൂടെ, അമേശ്വരം ചില കരച്ചിലുകളിലൂടെ, ചില വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയണം, നമ്മെ പണിതെടുത്ത് പുത്തൻ ഒരു 1000 ദൈവത്തിനകത്ത് പുറത്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഈ പകൽക്കാലം മറന്നു പോകരുത്. സ്വാതന്ത്ര്യം അതുകൊണ്ട് ഞാൻ മടങ്ങി വരട്ടെ. അമേശ്വരം നിലനിൽപ്പ് എവിടൊക്കെ അസാധ്യമെന്ന് ദൈവം കണ്ടിട്ടുണ്ടോ അവിടെ ആ ജനത്തെ എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി ദൈവം നമ്മെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഇനി പൽക്കം നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. നോക്കുകയും സ്വതം വായിക്കേണ്ട സ്വതം പുറപ്പാട് 8-ാമത്തെ 20 വാക്യം ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ ആമേശ്വരം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വായിക്കുവാനായിട്ട് ഇടയായിത്തീരുകയാണ്. മറ്റൊന്ന് ആമേശ്വരം ഒന്ന് മോശയെ ദൈവം എഴുന്നേൽപ്പിച്ചു. അത് ഇസ്രായേലിന്റെ നിലനിൽപ്പ് മിസ്രൈമിൽ കടന്ന് ഇല്ലാതായ ഒരു കാലഘട്ടത്തിൽ ദൈവം എഴുന്നേൽപ്പിച്ചു. മറ്റൊന്ന് ശമൂവേൽ പ്രവാചകനാണ്. സ്വതം നോക്കുകയും വചനം ദുർലഭമായ കാലത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്ന ഒരു സാഹചര്യത്തിന്റെ നടുവിൽ ദൈവം എഴുന്നേൽപ്പിച്ചതാണ് അഭിഷിക്തനായ ശമൂവേൽ എന്ന് നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്വാതന്ത്ര്യ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനം നമുക്കറിയാം. പ്രീശലോ ആമേശ്വരം നമ്മുടെ തലമുറകളും നമ്മളുമൊക്കെ ദൈവത്തിന്റെ വചനത്തിന് അന്യം നിന്ന് പോകുമ്പോൾ ആമേശ്വരം ഹല്ലേലൂയ നമ്മളോ ആമേശ്വരം മൊബൈലൊക്കെ ആമേശ്വരം ഹല്ലേലൂയ ഫേസ്ബുക്കും അതുപോലെ ഇൻസ്റ്റഗ്രാമും മറ്റൊക്കെ നമ്മെ വഴിതെറ്റിക്കുന്നതായിരിക്കുന്ന ഒരു അനുഭവത്തിന്റെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ ഇതുപോലെ നാം ഒരു വാക്യം കുറിക്കൊള്ളുന്ന നന്നാണ്. അത് നിങ്ങൾ ആമേശ്വരം എടുക്കുക. സദൃശവാക്യം 7-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങൾ ഒന്ന് കുറിക്കൊണ്ടാൽ നന്നാണ്. അമേശ്വരം സദൃശവാക്യം 7-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങൾ സ്തോത്രം അവിടെ വായിക്കുന്നുണ്ട്. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്റെ അമേശ്വരം കൽപ്പനകളെയും ഉപദേശത്തെയും നിന്റെ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ കാത്തുകൊള്ളണം. സ്തോത്രം. ഹല്ലേലൂയ. തട്ടിൽ വേറെ ഭാഗങ്ങൾ വായിക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ വ്യക്തമായി എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ വിരലിന്റെ മേൽ അവയെ കെട്ടണം. പ്രൈസ് നോക്കിക്കേ. അമേശ്വരം സദൃശവാക്യം 7-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങൾ. അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ വിരലിന്റെ മേൽ. ഇന്ന് പകൽക്കാലം മൊബൈൽ എടുക്കുന്ന അമേശ്വരം ഹല്ലേലൂയ നമ്മൾ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ സ്വന്തം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ദൈവത്തിന്റെ പൈതലെ നമ്മൾ അഭിഷിക്തന്മാരാണ്, ദൈവത്തിന്റെ ദാസന്മാരാണെന്നുള്ള ചിന്ത ഇങ്ങനെ പകൽക്കാലം നമ്മൾ ഭരിക്കുവാനായിട്ട് ഇടയായിത്തീരട്ടെ. നമ്മുടെ വിരലിന്റെ മേൽ അവയെ കെട്ടണം. എന്ത് കെട്ടണം? ഉപദേശം കെട്ടണം, കൽപ്പന കെട്ടണം. പ്രമാണത്തിനകത്ത് നിൽക്കുന്ന, ഉപദേശത്തിനകത്ത് നിൽക്കുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീരട്ടെ. സ്വതം അങ്ങനെയെങ്കിൽ ഇങ്ങനെ പകൽക്കാലം ചിന്തിക്കുക. അമേശ്വരം ഒരു ശമൂവേലിനെ എപ്പോഴും എഴുന്നേൽപ്പിച്ചെന്ന് അറിയാമോ? അമേശ്വരം ഹല്ലേലൂയ വചനം ദുർലഭ
പരിതാപമായ ഒരു കാലത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്ന ദൈവഭയം ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തെ ദൈവം അഭിഷിക്തനായി ശമൂവേലിനെ എഴുന്നേൽപ്പിച്ചതായിട്ട് വായിക്കുന്നുണ്ട്. ഏലിയാവിനെ എഴുന്നേൽപ്പിച്ചത് അമീശ്വര സാമ്പത്തികമായി ഉന്നമനം പ്രാപിച്ചെങ്കിലും അതപ്പറിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവം ഏലിയാവിനെ എഴുന്നേൽപ്പിച്ചു. അങ്ങനെ ഓരോ പ്രവാചകൻ, പഴയ നിയമത്തിൽ ഓരോ പ്രവാചകന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു വിടുക. സ്വതം ഏലിയാവിനെ എഴുന്നേൽപ്പിച്ചു, ആമോസിനെയും ഓശിയാവിനെയും അമീശ്വരം ഹലയെ സഫനിയാവിനെയും നഹൂമിനെയും ഒക്കെ ദൈവം എഴുന്നേൽപ്പിച്ചെടുത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്വതം ഇനി കുറിവാക്യത്തിലേക്ക് വന്ന് ഞാൻ അതിനോട് നീതി പുലർത്തി ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. സ്വതം നോക്കിയേ, നമ്മൾ വായിച്ച കുറിവാക്യം എങ്ങനെയാണ്? എന്റെ ഉദരം എനിക്ക് നോവ് കെട്ടിയിരിക്കുന്നു. പ്രൈസലോട് അങ്ങനെയൊക്കെ നോക്കിക്കേ. അമേശ്വരം ഹലരി നമുക്കറിയാം, അമേശ്വരം പ്രസവവേദനപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ വേദന എത്ര വേദനാജനകമാണ്. ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അമേശ്വരം ആ പ്രസവ സമയത്ത് നിമിഷ നേരങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന ഒരു വേദന എന്ന് പറയുന്നത് അമേശ്വരം 20 അസ്ഥികൾ ഒരുമിച്ച് ഒടിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന എന്നാണ് നമുക്ക് അമേശ്വരം ഹലലിയെ കാണുവാനായിട്ട് ഇടയായി തീരുന്നത്. സ്തോത്രം ഹലലിയ. അങ്ങനെയെങ്കിൽ നോക്കിക്കേ, അമേശ്വരം ഹലലിയ ആ വേദനയുടെ നടുവിൽ ഇന്ന് പകൽക്കാലം നമ്മൾ വായിച്ച വേദഭാഗം പോലെ അമേശ്വരം എവിടെയാണ് വേദന എന്ന് അറിയാൻ കഴിയാതെ ഒരു അനുഭവത്തിന്റെ നടുവിലൂടെ കടന്നു പോവുകയാണ്. ഹൃദയത്തിലാണോ ഉദരത്തിലാണോ അമേശ്വരം എവിടെയാണ് വേദന എന്ന് അറിയാൻ കഴിയത്തില്ല. നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ 19-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, എനിക്ക് മിണ്ടാതിരുന്നു കൂടാ. കാര്യം എന്താണെന്ന് അറിയാമോ? എന്റെ ഉള്ളം കാഹളനാദവും യുദ്ധത്തിന്റെ ആർപ്പുവിളിയും കേട്ടിരിക്കുന്നു. മറ്റൊരാൾക്ക് വെളിപ്പെടാത്തത് അമേശ്വരം നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ തലമുറകളെയും നമ്മുടെ അമേശ്വരം ദൈവസഭയും ഒക്കെ തകർക്കുവാൻ പിശാച് കച്ചകെട്ടിക്കൊണ്ട് അമേശ്വരം തലയും അരയും മുറുക്കിക്കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത് മറ്റാരുടെയും പ്രാർത്ഥന മുറിക്കകത്തല്ല വെളിപ്പെട്ടത്, നമ്മുടെ പ്രാർത്ഥന മുറിക്കകത്താണ് വെളിപ്പെട്ടത് എന്നുള്ള ബോധം ഈ ദിവസം നമ്മെ ഭരിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ ദൗത്യം നാം ഏറ്റെടുത്ത് അമേശ്വരം ഹല്ലേലൂയ നമ്മുടെ അകത്തളത്ത് വെളിപ്പെട്ടത് അമേശ്വരം ദൈവഭവനത്തിന് വരാൻ പോകുന്ന കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും ഒക്കെ വരാൻ പോകുന്ന അർത്ഥത്തെ മുൻകൂട്ടി കാണിച്ചത് നമ്മൾ പ്രാർത്ഥിച്ച നടത്തി ജയമെടുക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഇന്ന് വൽക്കലം നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് വൽക്കലം നമ്മുടെ ശാരീരിക ബലഹീനതകളെ മറന്നുകൊണ്ട് അമേശ്വരം പുത്രരുടെ അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുവരുവാനായിട്ട് ഇടയായിത്തീരട്ടെ. സ്തോത്രം. വായിച്ച കുറിവാക്യം, അയ്യോ എന്റെ ഉദരം എനിക്ക് നോവ് കെട്ടിയിരിക്കുന്നു, എന്റെ ഹൃദയഭിത്തികൾ എന്നെ നെഞ്ചടിക്കുന്നു, എനിക്ക് മിണ്ടാതിരുന്നു കൂടെ. ഈ ദിവസം നമുക്ക് മിണ്ടാതിരിക്കാൻ കാര്യം ദൈവമേ ചില ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് വൽക്കാൻ ചിന്തിക്കുക, ദൈവമേ ചിലത് ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. സ്തോത്രം. അല്ലെ നമ്മൾ നിസ്സാരക്കാരല്ല, നമ്മുടെ പകർന്നിരിക്കുന്ന അഭിഷേകമുണ്ട് എന്നതിന്റെ പോൽക്കാൻ നമുക്ക് അവൻ തിരിച്ചറിയുവാനായിട്ട് ഇടയായി തീരട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാൻ ദൈവത്തിനാത്മാവ് നമ്മെ സഹായിപ്പാനായിട്ട് ഇടയായി തീരട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിച്ചെടുക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. സ്തോത്രം. അനുഗ്രഹത്തോടെ അമേശ്വരം നിർത്തുന്ന ദൈവിക സാന്നിധ്യം നമ്മുടെ മേൽ വ്യാപരിക്കാനായിട്ട് ഇടയായി തീരുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ നാം പ്രാപിച്ചെടുക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അമേശ്വരം ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം ദൈവികമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് ആമേൻ മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്നർപ്പിച്ചുകൊണ്ട് ഞാൻ സമയം വേർതിരിച്ച പ്രിയപ്പെട്ടവരോട് പ്രത്യേക കർത്താവിന്റെ അനീഷവർകളോടും ഈ പ്രേരണയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും പ്രത്യേകിച്ച് ഇതിന് മുഖാന്തരങ്ങൾ ഒരുക്കി തന്ന രത്നമാജിയോടും തന്നെ കുടുംബത്തോടും ഒക്കെയുള്ള നന്ദി അറിയിക്കുന്നു. ആമേൻ. ദൈവമേ ഈ വചനങ്ങളാൽ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ 1-2 വാചകങ്ങൾ പറഞ്ഞതിന് ശേഷം പാസ്റ്റർ TJ ജോൺ ദയവായി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പാസ്റ്റർ TJ ജോൺ, ഞാൻ 1-2 വാചകങ്ങൾ പറഞ്ഞതിന് ശേഷം ദയവായി പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ആ യിരെമ്യാ പ്രവചനം പറയാണ്, എൻ്റെ നെഞ്ചിടിക്കുന്നു, എൻ്റെ ഉദരം നോവുന്നു. എവിടെയാണ്? ശരീരത്തിൽ ആകമാനം വേദനയാണ്. പ്രിയമുള്ളവരെ, എന്തിൻ്റെ വേദനയാണ്? ആ ദൈവനിയോഗം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള അതിശക്തമായിട്ടുള്ള തിടുക്കവും അതിശക്തമായ വേദനയുമാണ്. കർത്താവ് പറഞ്ഞു, കർത്താവിൻ്റെ ശിഷ്യന്മാർ ആഹാരമൊക്കെ കൊണ്ടുവന്നപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ അറിയാത്തതായ ഒരു ആഹാരം എനിക്കുണ്ട്. അതെന്താണ്? എന്നെ അയച്ചവൻ്റെ വേല തികയ്ക്കുന്നതാണ്. നമുക്കറിയാം, ഒരു മനുഷ്യന് നമുക്കെല്ലാവർക്കും ഏറ്റവും ആവശ്യമുള്ള ആഹാരമാണ്. എന്നാൽ കർത്താവ് പറയും, എൻ്റെ ആഹാരം എന്താണ്? എന്നെ അയച്ചവൻ്റെ വേല തികയ്ക്കുന്നതാണ്. നമ്മൾ കേട്ടു, ഒരു പ്രവാചകന്റെ പ്രത്യേകത എന്താണ്? അവൻ ദൈവസാന്നിധ്യത്തിലിരിക്കുന്നവനാണ്, എപ്പോഴും ദൈവസാന്നിധ്യത്തിലിരിക്കുന്നവനാണ്. മറ്റുള്ളവർ കാണാത്തതായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നവനായൊരു വ്യക്തിയാണ്, ദർശനമുള്ളവനായൊരു വ്യക്തിയാണ്. നമ്മൾ വായിക്കുന്നുണ്ട്, ദർശനമില്ലാത്തടത്ത് ജനം നശിക്കുന്നു, എന്നാൽ പ്രവാചകൻ ആഴമായിട്ടുള്ള ദർശനമുള്ളവരാണ്. അതിലൊക്കെ ഉപരിയായിട്ട് എന്താണ്? യിരെമ്യാ പറയാണ്, ഞാൻ കാവൽക്കാരനാണ്. അത് നശിച്ചു പോകുന്ന, അതായത് വരുന്ന അപകടത്തെക്കുറിച്ച് ഞാൻ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകേണ്ടവരാണ്. ആ മുന്നറിയിപ്പ് നൽകാതെ ഇരുന്നാൽ അവർ അപകടത്തിൽപ്പെട്ടാൽ അവരുടെ രക്തം ദൈവം എന്നോട് ചോദിക്കും. പ്രിയമുള്ളവരെ, ഒരു ജനതയെ, നശിച്ചു പോകുന്നതായ ജനതയെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്
ദൈവം പ്രവാചകന്മാരെ ഉയർത്തിയത് നമ്മൾ കേട്ടു. മോശ ആ ഇസ്രായേൽ ജനത ഈജിപ്തിൽ ഇല്ലാതെ പോകുന്നത് കണ്ടപ്പോഴാണ് ദൈവം മോശയെ എഴുന്നേൽപ്പിച്ചത്. അതുപോലെ തന്നെ ശമൂവേൽ പ്രവാചകൻ ജനം ദൈവമില്ലാതെ നടക്കുന്നത് കണ്ട്, നാശത്തിലേക്ക് പോകുന്നത് കണ്ട് അവരെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി ശമൂവേൽ പ്രവാചകനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഇന്ന് നശിച്ചു പോകുന്നതായി ഈ ജനതയെ, ലോക ജനതയെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നതെന്നുള്ള ആഴമായിട്ടുള്ള ആ സത്യം പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കുന്നെങ്കിൽ എത്രമാത്രം തിടുക്കത്തോടുകൂടെ നാം പ്രവർത്തിക്കേണ്ടവരാണ് എന്നാണല്ലോ കർത്താവിൻ്റെ ദാസൻ നമ്മളെ ഓർപ്പിച്ചത്. അതുകൊണ്ട് ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നെങ്കിൽ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ ആ വിളിയെക്കുറിച്ചും ഉറപ്പും ദർശനവും ഒക്കെ ഉള്ളവരായിട്ട് നമുക്കിരിക്കാം. അലസരായിട്ടിരിക്കേണ്ടവരല്ല നമ്മളെന്നുള്ളതാണ്. ആ യഥാർത്ഥമായിട്ടുള്ള അഭിഷേകം, ആ ദൈവവിളി നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, ആ യെരമ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെയാണ്. യെരമ്യാ പ്രവാചകനെ കുറിച്ച് പറയുന്ന കണ്ണുനീരിൻ്റെ പ്രവാചകൻ എന്നാണ്. അവന് പ്രവാചകൻ പറയാണ്, അയ്യോ ഈ നശിച്ചു പോകുന്ന ജനത്തിന് വേണ്ടി ഒന്ന് കരയാൻ ദൈവമേ നീ എൻ്റെ കണ്ണുനീരൊരു കണ്ണ് ജലാശയം പോലെ ആക്കണമേ എന്നൊക്കെയാണല്ലോ പ്രവാചകന്റെ പ്രാർത്ഥന. പ്രിയമുള്ളവരെ, നമുക്ക് ഈ നശിച്ചു പോകുന്ന ജനത്തിൻ്റെ മധ്യത്തിൽ നാം വസിക്കുന്നുവെങ്കിൽ അങ്ങനെ ഒരു തിടുക്കമുള്ളവരായിട്ട് നമുക്കിരിക്കാൻ കഴിയുമോ? അതോ നമ്മൾ നമ്മുടെ ജോലിയും നമ്മുടെ കാര്യങ്ങളും ഒക്കെ ഇട്ട് ഒരു അലസമായിട്ടിരിക്കാനാണോ? അങ്ങനെയല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ ദൈവത്തിൻ്റെ ആ തിടുക്കം, നശിച്ചു പോകുന്ന ജനത്തെക്കുറിച്ച്, ആ നിനവയെക്കുറിച്ച് ദൈവത്തിന് എത്രമാത്രം തിടുക്കം ഉണ്ടായിരുന്നു. ആ 1,00,000 പേര്, 1,50,000 പേര് നശിക്കുന്നത് എന്നാൽ യോന പറഞ്ഞത്, ഓ എനിക്ക് അത്രയും തിടക്കമൊന്നുമില്ല, എനിക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല, അവർ നശിക്കുമോ എന്തെങ്കിലും ചെയ്യട്ടെ എന്നാണ് ആദ്യം യോന പറഞ്ഞത്. എന്നാൽ ദൈവത്തിൻ്റെ ആ തിടുക്കം യോനയുടെ ഉള്ളിൽ വന്നപ്പോഴാണ് തൻ്റെ ജീവനെ പോലും തൃണവൽഗണിച്ചുകൊണ്ട് യോന ആ സ്ഥലത്തേക്ക്, നിനവയിലേക്ക് പോയത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് എന്തെല്ലാം തടസ്സങ്ങൾ നമ്മളെ ഇന്ന് അഭിമുഖീകരിച്ചാലും കർത്താവ് നൽകുന്ന ഈ അഭിഷേകത്തിൽ നിലനിന്ന്, കർത്താവ് നൽകുന്ന ഈ തിടുക്കത്തോടുകൂടെ സുവിശേഷത്തിന് വേണ്ടി നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ ദാസന് വളരെ ശക്തമായിട്ട്, വളരെ മനസ്സിലാകുന്ന രീതിയിൽ, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ. കർത്താവ് ഈ ദിവസങ്ങളിൽ ശക്തമായി സുവിശേഷത്തിന് വേണ്ടി നിലനിൽക്കുന്നതിന്, ആ ചർച്ച് ഒരു പന്ഥാവിലേക്ക് പ്രവേശിക്കുന്നതിന്, അനേകരെ കർത്താവിലേക്ക് നയിക്കുന്നതിന് ഈ ദിവസങ്ങളിൽ കർത്താവ് തൻ്റെ ദാസനെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എന്ന് നമുക്ക് ഷിക്കാഗോ പ്രയലിൻ്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു. നിങ്ങളെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു. കർത്താവ് തൻ്റെ ദാസനെയും നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.